ആറാം ഘട്ട പ്രചരണം ശക്തമാക്കി മുന്നണികൾ. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 58 മണ്ഡലങ്ങളിലേക്കാണ് 25-ന് വോട്ടെടുപ്പ്. പരസ്യപ്രചരണം നാളെ അവസാനിക്കുകയാണ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് ചേരുന്നു. സിബി, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഗുഡ് മോർണിംഗ്. സിബി, ആറാം ഘട്ട പ്രചരണം ശക്തമായി തന്നെ തുടരുന്നു. നാളെ അവസാനിക്കാൻ പോവുകയാണ്. 25-ന് വോട്ടെടുപ്പ് നടക്കുന്നു. 58 മണ്ഡലങ്ങൾ വിധിയെഴുതാൻ വേണ്ടി പോകുന്ന സാഹചര്യം എന്താണ് ദില്ലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കാഴ്ച? കാരണം ദില്ലി പോലുള്ള മണ്ഡലം വളരെ സ്റ്റാർഡം ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. AAP വലിയ രീതിയിൽ കരുത്താർജിച്ച് തിരിച്ചു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ അടക്കം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തിയ ഒരു മണ്ഡലം എന്ന രീതിയിൽ ദില്ലിയിലെ കാഴ്ചകൾ എങ്ങനെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിലെ കാഴ്ചകൾ എങ്ങനെയാണ്? അഞ്ജന, തീർച്ചയായും ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ദില്ലിയിലും ഹരിയാനയിലുമാണ്. ദില്ലിയിലും ഹരിയാനയിലും ഈ ആറാം ഘട്ടത്തിൽ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 25-ാം തീയതിയാണ് ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 5 ഘട്ടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും വിവിധ മണ്ഡലങ്ങളെല്ലാം തന്നെയും വോട്ടെടുപ്പ് പൂർത്തിയായി. പക്ഷേ 5-ാം ഘട്ടത്തിലും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന വലിയ ഇടിവ് BJP സംബന്ധിച്ച് വളരെ വലിയ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. എന്തായാലും 6-ാം ഘട്ടത്തിലും വലിയ രീതിയിലൊരു മാറ്റമുണ്ടാകുമോ എന്നെല്ലാം തന്നെയും നമുക്കിനി നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും 6-ാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലേക്കാണ് 6-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഈ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള അടക്കം തന്നെയും ഇനിയിപ്പോൾ ഈ 6-ാം ഘട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ്, രജൌരി എല്ലാം തന്നെയും ഈ ഒരു 6-ാം ഘട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. 889 സ്ഥാനാർത്ഥികളാണ് ഇതിൽ ജനവിധി എഴുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ 7 മണ്ഡലങ്ങളിലാണ് ഈ തവണ. ഈ 7 മണ്ഡലങ്ങളും ഈ ഒറ്റഘട്ടമായിട്ടാണ് ഈ തവണ വോട്ടെടുപ്പ്. ഈ 7 മണ്ഡലങ്ങളിൽ 4 സീറ്റുകളിൽ ആം ആദ്മിയും 3 സീറ്റിൽ കോൺഗ്രസും, അങ്ങനെ ഇന്ത്യ സഖ്യം ഒരുമിച്ച് BJP നേരിടുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി. പ്രത്യേകിച്ച് നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ദില്ലി മദ്യനയ കേസും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം എല്ലാം തന്നെയും വളരെയധികം വലിയ രീതിയിൽ പ്രചരണമാക്കിക്കൊണ്ട് AAP മുന്നോട്ട് പോവുകയും ആം ആദ്മി പാർട്ടിയും BJPയും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ദില്ലി. അതുകൊണ്ട് തന്നെ ദില്ലിയിലെ ഈ ഒരു പോരാട്ടം ഏറ്റവും മികച്ച പോരാട്ടം തന്നെയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത്, ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം എന്ന് പറയുന്നത് മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിൻ്റെ മകൾ ഇത്തരത്തിൽ മത്സരിക്കുന്ന ഈ ബൻസുരി സ്വരാജ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ന്യൂഡൽഹി മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അവിടെ AAPയുടെ ഏറ്റവും മുതിർന്ന നേതാവായ സോമനാഥ് ഭാരതിയാണ് അവിടെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ബൻസുരി സ്വരാജുമായി ഏറ്റുമുട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് സിറ്റിംഗ് MP മനോജ് തിവാരിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും ഏറ്റുമുട്ടുന്ന ഈ നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ്. ഈ 2 മണ്ഡലവും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. എന്തായാലും അവിടെ എല്ലാം തന്നെയും ഇപ്പോൾ ദില്ലിയിൽ വളരെ പ്രചരണ തിരക്കിലാണ്. ഇന്നലെ സിഗ്നേച്ചർ ക്യാമ്പയിനടക്കം എല്ലാം തന്നെയും AAP മുന്നോട്ട് പോകുന്നു. കൂടാതെ അരവിന്ദ് കെജ്രിവാൾ മുഴുവൻ സമയവും ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വലിയ പ്രചരണ വേദിയിലുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെല്ലാം വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ രംഗത്തുണ്ട്. ഇത്തരത്തിലെല്ലാം തന്നെയും വളരെ വലിയ പ്രചാരണം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദില്ലി. മറ്റൊന്ന് ഹരിയാനയിലും 10 സീറ്റിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നു. ഈ ഹരിയാനയിലും ദില്ലിയിലും നോക്കുമ്പോൾ ഈ 17 സീറ്റുകളിലും കഴിഞ്ഞ ഹരിയാനയിൽ 10 സീറ്റും ദില്ലിയിൽ 7 സീറ്റും, ഈ 17 സീറ്റിലും കഴിഞ്ഞ 2019 BJP സമ്പൂർണ്ണമായ ജയം നേടിയ സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഇത്തവണ ഈ 2 സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ എളുപ്പമല്ല. പ്രത്യേകിച്ച് ദില്ലിയിൽ ഈ ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് ഇന്ത്യ സഖ്യം രൂപപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് മത്സരിക്കുന്നു. ഹരിയാനയിലാണെങ്കിൽ വളരെ വലിയ കർഷക പ്രതിഷേധം അല്ലെങ്കിൽ കർഷക രോഷം രൂക്ഷമായ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അതുകൂടാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ജാട്ട് സമുദായവും അതോടൊപ്പം തന്നെ രജപുത്ര സമുദായം എല്ലാം തന്നെയും BJPയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാം തന്നെയും 2019 ഒരു സ്ഥിതിവിശേഷമല്ല ഹരിയാന ഉള്ളതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് യുപിയിലേക്ക് പോയി കഴിഞ്ഞാൽ യുപിയിൽ ഈ തവണ 6-ാം ഘട്ടത്തിലും 14 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മേനക ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ മണ്ഡലം തന്നെയാണ് യുപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അതുകൂടാതെ അലഹാബാദ്, അസംഗഡ് മണ്ഡലം എല്ലാം തന്നെയും ഈ 6-ാം ഘട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. മറ്റൊന്ന് ബീഹാറാണ്. ബീഹാറിലും ഇത്തരത്തിൽ 8 സീറ്റിലേക്ക് ബീഹാറിലും വോട്ടെടുപ്പ് നടക്കുന്നു. അതുകൂടാതെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒഡീഷയിലെ ഭുവനേശ്വർ, പുരി, സാമ്പൽപൂർ എന്നിവിടങ്ങളിലും 6-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലാണെങ്കിൽ റാഞ്ചി, ജംഷഡ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നു. കൂടാതെ ബംഗാളിൽ ഏകദേശം
8 മണ്ഡലങ്ങളിൽ ബംഗാളിലും വോട്ടെടുപ്പ് നടക്കുന്നു. അതുകൂടാതെ ജമ്മു കാശ്മീരിൽ മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തി മത്സരിക്കുന്ന അനന്ത്നാഗ് രജോണ്ടി മണ്ഡലത്തിലും ഈ ഒരു 6ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ വളരെ നിരവധി VIP മണ്ഡലം ഉൾപ്പെടുന്നതാണ് ഈ 6ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്തായാലും 25-നാണ് വോട്ടെടുപ്പ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാ നിലയും ഈ പ്രചരണ രംഗത്ത് സജീവമാണ്. ഇന്നലെ ബീഹാറിലും UP-യിലുമായിരുന്നു നരേന്ദ്രമോദി എങ്കിൽ അമിത്ഷാ ഒഡീഷയിലായിരുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ ചണ്ഡീഗഡിലായിരുന്നു. എന്തായാലും ഇന്നും നേതാക്കന്മാരുടെ പ്രചരണം ഉണ്ടാകും. BJP ഇപ്പോഴും വർഗീയതയും വിദേശ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും ഇതൊന്നും തന്നെയും വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് വളരെ വലിയ ആശങ്ക. പ്രത്യേകിച്ച് 5ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം വെറും 60% മാത്രമാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് BJP ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ഉത്തരേന്ത്യയിലെല്ലാം തന്നെയും പോളിംഗ് ശതമാനം കുറയുന്നത് വളരെ വലിയ ആശങ്ക BJPയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ജന, സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനം കുറയുന്നത് BJPയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ BJPക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഹരിയാനയിലും പഞ്ചാബിലെയും കർഷക സമരം. ഇന്ന് BJP നേതാക്കളുടെ അടക്കം വീടുകൾ വളഞ്ഞടക്കം കർഷകർ സമരം നടത്താൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയമാണ്. വലിയ തിരിച്ചടി തന്നെ പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും അഞ്ജന, അത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാന, അതായത് ദില്ലി ഹരിയാന ബോർഡറിലെ സിംഗു അതിലാണ്. സിംഗു നമുക്കറിയാം, ഇപ്പോൾ ഇത് ദേശീയപാതയാണ്. ദേശീയപാതയെല്ലാം തന്നെയും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് നേരത്തെ, അതായത് കർഷക സമരത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയാം, ആ ഒരു ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്തായാലും സിംഗൂർ അതിർത്തിയിൽ ഈ കഴിഞ്ഞ സമരത്തിൻ്റെ എല്ലാം തന്നെ ഒരു ബാക്കി പത്രമാണ്. ഇപ്പോഴും ഇവിടെ നിന്നും ബാരിക്കേഡുകൾ മാറ്റിയിട്ടില്ല. കാരണം ഇനിയും കർഷക സമരം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി എല്ലാം തന്നെയും ഒരു നേരത്തെ തന്നെ ഈ ഒരു ബാരിക്കേഡുകൾ മാറ്റാതെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിലും പഞ്ചാബിലുമായി വീണ്ടും കർഷക സമരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കിസാൻ മോർച്ച എല്ലാം തന്നെയും അതോടൊപ്പം തന്നെ നോൺ പൊളിറ്റിക്കൽ വിഭാഗം എല്ലാം തന്നെയും യോഗം ചേർന്നുകൊണ്ട് വീണ്ടും ഈ നരേന്ദ്രമോദിക്കും BJP സർക്കാരിനുമെതിരെ സമരം ആരംഭിക്കാൻ പോകുന്നു എന്ന് അവർ പറയുന്നു. മാത്രമല്ല അവരുടെ മൂന്ന് കർഷകർ ഇപ്പോഴും ജയിലിലാണ്. വിട്ടയച്ചില്ലെങ്കിൽ ഈ BJP നേതാക്കളുടെ വീടുകൾ വളയുമെന്നെല്ലാം നിലയും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും കർഷക സമരം അല്ലെങ്കിൽ കർഷക രോഷം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന സംസ്ഥാനമാണ് ഈ ഹരിയാനയും പഞ്ചാബും. ഈ രണ്ടിടങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കർഷക സമരത്തിൻ്റെ അല്ലെങ്കിൽ ദില്ലി ചലോ മാർച്ചിൻ്റെ 100ാം ദിവസമാണ്. 100ാം ദിവസം തികയുന്ന ദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ആ 100ാം ദിവസം തികയുന്ന ഇന്ന് ഒരു സൂചനാ സമരം പോലെ എല്ലാ ഈ ശംഭു, കനൗരി ബോർഡുകളെല്ലാം തന്നെയും അതിർത്തികളെല്ലാം തന്നെയും കർഷകർ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കുമെന്ന് അവർ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം കർഷകർ ഈ ശംഭു അതിർത്തികളിലേക്ക് എല്ലാം തന്നെയും എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പഞ്ചാബിൽ ഇനിയിപ്പോൾ 23, 24 തീയതികളിൽ പഞ്ചാബിൽ 3 ഇടങ്ങളിലായി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നുണ്ട്, അത് പ്രചരണത്തെത്തുന്നുണ്ട്. ഈ പഞ്ചാബിൽ നരേന്ദ്രമോദി പട്യാലിലും ജലന്ധറിലും എല്ലാം തന്നെ എത്തുമ്പോൾ കർഷകർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നെല്ലാം തന്നെയും ഇവർ പറയുകയും ചെയ്യുന്നു. ഇവരുടെ മിനിമം കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലടക്കമുള്ള നിരവധി കാര്യങ്ങൾ 2021 നരേന്ദ്രമോദി യുദ്ധത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു, ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇവൊന്നും ഇതിനെ പാലിച്ചിട്ടില്ല. ഇത് വളരെ വലിയ ഒരു തിരിച്ചടി നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ കർഷകർ വീണ്ടും സമരമായി വരുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി ഇത് BJPയെ സംബന്ധിച്ച് വളരെ വലിയ പ്രതിസന്ധിയും തലവേദനയുമാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു കർഷക സമരത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അടിച്ചമർത്തുക എന്നുള്ളതും വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു ആശങ്കയും BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു കർഷക സമരത്തെ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു തന്ത്രം വരികയാണ് എന്തായാലും BJP. എന്തായാലും ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത് രോക്ഷമാകുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹരിയാനയിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ തുലാസിലാണ്. അതോടൊപ്പം തന്നെയാണ് ജാട്ടി വിഭാഗവും അതോടൊപ്പം തന്നെ രജപുത്ര സമുദായം എല്ലാം തന്നെയും വളരെ വലിയ അതൃപ്തിയിലാണ്. ആ ഒരു ഘട്ടം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കർഷക രോഷം വീണ്ടും പോകുന്നത്. എന്തായാലും ഹരിയാന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2019 ഹരിയാനയിൽ 10ൽ 10 സീറ്റ് നേടി സമ്പൂർണ്ണ ജയം നേടിയെങ്കിൽ ഈ തവണ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് BJPക്ക് കൃത്യമായി അറിയാം. എന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയാണ്, അവിടെ BJPക്ക് സ്വാധീനമില്ലാതാനും. എന്തായാലും പഞ്ചാബും ഹരിയാനയും ഇപ്പോൾ BJPക്ക് വളരെ വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഹരിയാനയാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും വളരെ വലിയ പ്രതിസന്ധിയായിരിക്കുന്നത്. അഞ്ജന.
ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർഷക സമരം ആളിക്കത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ആറാം ഘട്ട വോട്ടെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിലും ഹരിയാനയിലും BJPക്ക് കനത്ത തിരിച്ചടി എന്ന രീതിയിൽ തന്നെ കർഷകർ സമരവുമായി മുന്നോട്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്.